രോഗദുഃഖങ്ങളേറുമ്പോൾ മാനപീഡകളേറുമ്പോൾ ക്രൂശിൽ പങ്കപ്പാടേറ്റതാ യേശു മാത്രമന്നഭയം. രോഗദുഃഖങ്ങളേറുമ്പോൾ മാനപീഡകളേറുമ്പോൾ ക്രൂശിൽ പങ്കപ്പാടേറ്റതാ യേശു മാത്രമന്നഭയം. മാറിൽ ചേർത്താണച്ചിടും ചേരിൽ നീന്നുയർത്തിടും കാതിൽ സാന്ത്വനമേകിടും. മാറിൽ ചേർത്താണച്ചിടും ചേരിൽ നീന്നുയർത്തിടും കാതിൽ സാന്ത്വനമോദിടും. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേൽ എനിക്കായി പിളർന്ന പാറമേൽ ഞാനൻ പാദങ്ങൾ വെച്ചിടുമോ നീങ്ങി പോകാത്ത പാറമേലേനിക്കായി പിറന്ന പാറമേൽ വൻതീരകളേറുമ്പോൾ തീരവിട്ടു ഞാൻ പോകുമ്പോൾ എൻ പാടകിൽ ഞാനേകനാ ആശയറ്റം തോന്നുമ്പോൾ വൻതീരകളേറുമ്പോൾ തീരവിട്ടു ഞാൻ പോകുമ്പോൾ എൻ പാടകിൽ ഞാനേകനാ ആശയറ്റം തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാനൻ പാദങ്ങൾ വെച്ചിടുമോ നീങ്ങി പോകാത്ത പാറമേ
എനിക്കായി പിളർന്ന പാറമേലോ ഞാനൻ പാദങ്ങൾ വെച്ചിടോ, നീങ്ങി പോകാത്ത പാറമേൽ എനിക്കായി പിറന്ന പാറമേൽ. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ചില മിനിറ്റുകൾ കണ്ണുകളടച്ച് ആമേൻ ഹല്ലേലൂയ ഇന്ന് പകലും അല്പസമയം കർത്താവിനെ സ്തുതിച്ചാടെ ഈ പാരിൽ പാർക്കുന്ന അല്പ ആയുസ്സിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഭാരങ്ങളെ ഓർത്ത് ആമേൻ ചിന്തിച്ച് ആമേൻ വേദനപ്പെട്ട് നിരാശപ്പെട്ട് വ്യാകുലപ്പെട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ആമേൻ വാഗ്ദത്തം പ്രാപിച്ച് സന്തോഷത്തോടെ കുടുംബത്തോടെ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ദൈവമേൽപ്പിച്ച സകലതിനോടും ഒരുമിച്ച് ആമേൻ ഹല്ലേലൂയ പിശാചിനോട് പറ, ഞാൻ എൻ്റെ പാദങ്ങൾ ആമേൻ ഹല്ലേലൂയ ഉറപ്പിക്കും. നീങ്ങി പോകാത്ത പാറമേൽ ഇന്ന് പകലിൽ ആമേൻ ഞാൻ എൻ്റെ പാദങ്ങളെ ഉറപ്പിക്കുവാൻ പോവുകയാ. പിശാചേ ഇന്ന് പകൽ നീ ലജ്ജിക്കുവാൻ പോകുന്നു. നന്മയ്ക്കായി എൻ്റെ കർത്താവ് ഇന്ന് പകൽ ഒരു അടയാളം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തൊഴിലിൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, എൻ്റെ ശാരീരിക ബലഹീനത മേൽ ഇന്ന് പകലിൽ പിശാചേ നീ ലജ്ജിക്കുവാൻ പോകുന്നു, നീ ലജ്ജിക്കുവാൻ പോകുന്നു. എൻ്റെ ആത്മീക ജീവിതത്തിൽ പിശാചേ നീ തകർക്കുവാൻ ഒരുക്കിയ പദ്ധതി, എൻ്റെ ശരീരത്തെ ആമേൻ തകർക്കുവാൻ നീ ഒരുക്കിയ പദ്ധതി ഇന്ന് പകലിൽ ഞാൻ എൻ്റെ പാദങ്ങൾ ആമേൻ ഹല്ലേലൂയ ഉറപ്പുള്ള പാറമേൽ ഇന്ന് പകൽ ഉറപ്പിക്കുവാൻ പോകുന്നു. പിശാചേ നീ ഇന്ന് പകൽ ലജ്ജിക്കുന്ന പകല, പിശാചേ ഇന്ന് പകൽ നീ ലജ്ജിക്കുന്ന പകല. ശംധാന റീഖാലഗസി അധൂരവൽ ശംദരാരകൾ പ്രൗഢവന ആമേൻ ഹല്ലേലൂയ ദൂത ഇന്ന് പകൽ ഏറ്റെടുത്താട്ടെ. പിശാചേ നീ ഇന്ന് ലജ്ജിക്കുവാൻ പോവുകയാ, പിശാചേ നീ ഇന്ന് ലജ്ജിക്കുവാൻ പോവുകയാ, നീ ഇന്ന് ലജ്ജിക്കുവാൻ പോവുകയാ. നന്മയ്ക്കായി ചിലരുടെ മേൽ ഇന്ന് പകൽ ഒരു അടയാളം ശഖനെ റീഖാലഗസി അധൂരവൽ ശംദരാരകൾ പ്രൗഢവന അർത്ഥനാരകൾ കടക ശംദരാരകൾ പ്രൗഢവനെ അതുരഗജനകടക ശംദരാരകൾ പ്രൗഢവന. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, നിനക്ക് പിടിച്ചടക്കുവാൻ പറ്റാത്ത വലിയൊരു ആത്മ സാന്നിധ്യം ഇന്ന് പകൽ. ശത്രു ലജ്ജിക്കുവാൻ പോകുന്നു, ശത്രു ലജ്ജിക്കുവാൻ പോകുന്നു. അന്യഭാഷകൾ സ്തുതിച്ചാടെ, അതരങ്ങളെ തുറന്ന് സ്തുതിച്ചാടെ. ശത്രു ഇന്ന് പകൽ ലജ്ജിക്കുവാൻ പോവുകയാ, ലജ്ജിക്കുവാൻ പോവുകയാ. നിന്റെ പാദങ്ങളെ ഉറപ്പുള്ള പാറമേൽ പരിശുദ്ധാത്മാവിൻ പകൽ ഉറപ്പിക്കുകയാ. ഭയപ്പെടുത്തുന്ന ചിന്തകൾ, ഭയപ്പെടുത്തുന്ന നിരാശകൾ, നാളെയെ കുറിച്ചുള്ള ചിന്തകൾ, പിശാചിടുന്ന ചില പദ്ധതികൾ ഇന്ന് പകൽ അതിനെ വിട്ടുകളാ, ഇന്ന് പകൽ അത് വിട്ടുകളാ. പിശാച് ലജ്ജിക്കുമാറോ, പിശാച് ലജ്ജിക്കുമാർ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ വലിയൊരു ദൈവ പ്രവൃത്തി. അപ്പാ ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, അവരുടെ വായികളെ കർത്താവ് തുറക്കണമേ. ആമേൻ. അവരുടെ ഹൃദയത്തിന്റെ വാതിലുകൾ ഇന്ന് പകൽ തുറക്കണമേ. പരിശുദ്ധാത്മാവ് ആഗ്രഹത്തോടെ ആർത്തിയോടെ ആയിരിക്കുന്ന ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം ഇന്ന് പകലിൽ അവർക്ക് വേണ്ടത് അടിയന്റെ കരത്തിലൊന്നുമില്ല. നാവിന്മേൽ അധികാരത്തെ പകർന്നു, നാവിന്മേൽ അധികാരത്തെ പകർന്നു ഇന്ന് പകൽ ഈ ജനത്തിന് വേണ്ട, ഈ ജനത്തിന് വേണ്ട ദൈവികാലോചനകൾ പരിശുദ്ധാത്മാവിന് പകൽ വിളമ്പുന്നതിനായി സ്തോത്രം. അടിയൻ ബലഹീനൻ, ബലമുള്ള കരത്തിൽ അപ്പനങ്ങ് താനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ആലോചനയാൽ ഇന്ന് പകൽ അപ്പനങ്ങ് നിർത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആമേൻ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ആമേൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അവസരമൊരുക്കി. കർത്താവ് ഇന്ന് പകൽ സമൃദ്ധിയായി ആമേൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇന്ന് പകലും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിൽ ആരൊക്കെയോ വിടുവിക്കപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആമേൻ ഒരു സഹോദരിയുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. തകർന്നിരുന്ന ഒരു സഹോദരി കുടുംബ ജീവിതത്തിലെ കുടുംബത്തിനകത്തുള്ള വലിയൊരു കലശലായ പ്രശ്നം
പ്രശ്നം നിമിത്തം ആത്മഹത്യക്ക് വേണ്ടി ആമേൻ ഇനി മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി, ആമേൻ കുടുംബത്തിനകത്ത് നിന്ന് ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് നേൽക്കുന്ന വാക്കുകൾ, പീഡനങ്ങൾ നിമിത്തം മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആമേൻ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ വിഷം അടിച്ച് ചാകുവാൻ വേണ്ടി പദ്ധതി ഒരുക്കി ഭർത്താവ് വരുമ്പോൾ ചില കുറിപ്പുകൾ എഴുതി വെച്ച്, അങ്ങനെ ഞാൻ അവരെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, സത്യം മനസ്സിലാക്കണമെങ്കിൽ ആമേൻ ഞാൻ മരിച്ചിട്ടെങ്കിലും എൻ്റെ ഭർത്താവ് മനസ്സിലാക്കണം. അങ്ങനെ പദ്ധതി ഒരുക്കിയിരുന്ന ഒരു സഹോദരി ആമേൻ ബൈ ചാൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, തൻ്റെ ഒരു ഫ്രണ്ട് മുഖേന താൻ ചില വ്യക്തികൾക്ക്, തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിന് ആമേൻ മെസ്സേജസ് വിട്ടു, ഞാനിനി ഈ ലോകത്തോട് ബൈ ബൈ പറയുവാൻ പോകുന്നു, ആമേൻ എനിക്കിനി ആമേൻ പ്രതീക്ഷയില്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് കിട്ടേണ്ട കെയറിങ് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ബൈ ബൈ പറയുന്നു. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ആമേൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എന്തിനു പറയുന്നു, ആമേൻ നേഴ്സറി സ്റ്റുഡൻസിന് പോലും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കൂട്ടുകാരുടെ, ആമേൻ ആ ഗ്രൂപ്പിനകത്ത് ആമേൻ നീണ്ട ഒരു ആമേൻ വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് എല്ലാവർക്കും ഒരു നല്ല ഫോട്ടോയൊക്കെ സെൽഫി ഇട്ട് ബൈ ബൈ പറയുവാൻ പദ്ധതി ഒരുക്കി ഇരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ കൂട്ടുകാരി ഇട്ടുകൊടുത്ത ഒരു വാട്സപ്പ് മെസ്സേജ് നമ്മുടെ ആമേൻ കഴിഞ്ഞ ഫ്രൈഡേയിലെ വെള്ളിയാഴ്ചത്തെ ആമേൻ ഹല്ലേലൂയ ലൈവ് പ്രയർ, ആമേൻ എന്തായാലും ചാകാൻ പോകുന്നു, ആമേൻ അന്നത്തെ കണ്ടന്റ് ഞാൻ ഓർക്കുന്നില്ല, മെസ്സേജിന്റെ ഹെഡിങ് കേട്ടപ്പോൾ തനിക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നി, ആമേൻ ഹല്ലേലൂയ തീരുന്നത് വരെ ഇരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുവാനും അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ആമേൻ പ്രിയ സഹോദരിക്ക് വിശ്വാസമായി, ഈ ദൈവത്തിന് എൻ്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ കഴിയും, ഈ ദൈവത്തിന് ആ സഹോദരിയെ മാനിക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഈ ദൈവത്തിന് പറ്റും. അങ്ങനെയെങ്കിൽ ആമേൻ ഒന്ന് വിളിച്ചു കളയാമെന്നോർത്ത്, എനിക്ക് പബ്ലിക്കായിട്ട് പേര് പറയാൻ പറ്റത്തില്ല, പുള്ളിക്കാരി ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആമേൻ പ്രിയ ദൈവമക്കളെ, ഇവിടെ ലൈവ് നടന്നുകൊണ്ടിരുന്നപ്പോഴേ ഫോണിന്റെ ആമേൻ മത്സരിച്ചുള്ള വിളിയെ എൻ്റെ ഫോണിലും വരുന്നു, പാസ്റ്റർ ഫോണിലും ഇങ്ങനെ മാറി മാറി കോൾ വരുന്നു. നമുക്ക് ഈ ലൈവിൽ നിൽക്കുമ്പോൾ ലൈവ് കോളുകൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ആമേൻ വീട്ടിൽ പോയിട്ട് ഞാനങ്ങ് വിട്ടുപോയി. സാധാരണ അവൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ തിരക്കായുണ്ട്, എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. രാത്രി 11 മണിയായിട്ടും തൻ്റെ കോളിനൊരു അവസാനമില്ല. ഭർത്താവ് ഉറങ്ങിക്കിടന്നപ്പോൾ രാത്രി 12 മണിക്ക് എന്നെ വിളിക്കുന്നു, പ്രിയ സഹോദരി ഞാനൊരു മുസ്ലിം യുവതിയാണ്, നിങ്ങൾ ആരോട് എന്നെക്കുറിച്ച് പറയത്തില്ലല്ലോ, എൻ്റെ പേര് പറയത്തില്ലല്ലോ, നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ പറയത്തില്ലല്ലോ, ആമൻ എൻ്റെ വിഷയം ഇതാ, ഞാൻ മരിക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കി, മരണത്തിന് വേണ്ടി വിഷക്കുപ്പി ആമൻ റെഡിയാക്കി മരിക്കുവാനായി പദ്ധതി ഒരുങ്ങി ഇരുന്നപ്പോൾ ആമൻ എനിക്കൊരു ഭയം തോന്നി. എങ്കിലും എൻ്റെ കൂട്ടുകാർക്ക് ആമൻ ചില വാക്കുകൾ എന്നെക്കുറിച്ച് അവരെങ്കിലും മനസ്സിലാക്കണമെന്ന് ആമൻ ചിന്തിച്ച് ആമൻ ഞാൻ ഇട്ടു, ആമൻ വോയിസ് മെസ്സേജ് ഇട്ടുകൊണ്ട് നിന്നപ്പോൾ ആമൻ പ്രിയ സഹോദരിയുടെ ആമൻ ലൈവ് ആമൻ പ്രയർ ഞാൻ കാണുന്നത് എന്തോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനു മുമ്പും ഞാൻ നിങ്ങളുടെ പ്രയർ കേട്ടിരുന്നു, പക്ഷേ അപ്പോഴൊന്നും തോന്നാത്ത ഒരു വലിയ സാന്നിധ്യം എൻ്റെ ശരീരത്തിനകത്ത് ഇറങ്ങുന്നത് ആമൻ ഈ വിഷക്കുപ്പി എടുത്ത് നീ ബാത്റൂമിനകത്ത് ഒഴിച്ചു കളയെന്ന് എൻ്റെ ഉള്ളിലങ്ങ് തോന്നുവാനിടയായി. ഞാനിത് ഒഴിച്ചു കളഞ്ഞ് ആമൻ മെസ്സേജ് സിസ്റ്റർ പറഞ്ഞ മെസ്സേജ് കഴിഞ്ഞു. വീണ്ടും എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, ആമൻ അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, ആമൻ ഇത് നിന്റെ അവസരമാണ്, ആമൻ നീ എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ് ആമൻ വീണ്ടും മരിക്കുവാനുള്ള ടെൻഡൻസി. വീണ്ടും ഞാൻ ഈ ആമൻ മെസ്സേജ് വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഫോൺ എടുക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുവാനിടയായി. പ്രിയ സഹോദരി ആമൻ എൻ്റെ ജീവിതത്തിനകത്ത് എന്തോ ഒരു വലിയൊരു പ്രവൃത്തി അനുഭവിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയുന്നു. എൻ്റെ ശരീരത്തിനകത്ത് എന്തോ മാറുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴേ മാറുന്നത് അനുഭവിക്കുവാൻ കഴിയുന്നു എന്ന് താൻ നിലവിളിയോടെ പറയുവാനിടയായി. തൻ്റെ ഭർത്താവ് ഒരു റൂമിൽ, പ്രിയ സഹോദരി ഒരു റൂമിൽ, അമ്മായിയമ്മ ഒരുമിച്ച് ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല. അത്തരത്തിൽ കുടുംബത്തിനകത്തൊരു കലക്കം. പ്രിയ ദൈവമക്കളെ, ആ അന്ധകാര ശക്തിയെ ശക്തിയോടെ ആമൻ ശാസിക്കുവാൻ, അഭിഷേകത്തോടെ ശാസിക്കുവാൻ ഞാൻ അവിടെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ സഹോദരിയുടെ നാവിൽ നിന്ന് ചില പുതിയ ഭാഷകൾ, ചില പുതിയ ആമൻ സംസാരങ്ങൾ പരിശുദ്ധാത്മാവ് പകരുന്നത് എൻ്റെ ചെവി കൊണ്ട് കേൾക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ,
ശക്തമായി ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ, ഹല്ലേലൂയ. വെളുപ്പിന് 3:30 ആയപ്പോൾ ആമേൻ ഞാൻ എൻ്റെ 2 ഫോണും ആമേൻ 10 മണിയാകുമ്പോൾ സൈലന്റ് ആക്കും. കാരണം നേരത്തെ അങ്ങനെയല്ല, ഫുൾ ടൈം ഇത് ആമേൻ ഹല്ലേലൂയ റിങ്ങില്ല. കാരണം കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് അല്പം റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ, അതുകൊണ്ട് ഞാൻ രാത്രി മിക്കവാറും അല്ല എല്ലാ ദിവസങ്ങളും 10 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ 2 മൊബൈൽ ഫോണും അങ്ങ് സൈലന്റ് ചെയ്യും. കാരണം കുഞ്ഞ് ഉറങ്ങുവാണല്ലോ എന്ന് ഓർത്തിട്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ അങ്ങ് ആമേൻ ഉറങ്ങിപ്പോകും. അങ്ങനെ ആമേൻ 3 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ നമ്പറിലൊന്ന് ഭയങ്കരമായ വൈബ്രേഷൻ. ആമൻ എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഈ സഹോദരിയല്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് ആ പേര് പോലും ആമൻ ഒന്ന് സേവ് ചെയ്തിടാൻ ഒരു പേടിയായിരുന്നു. കാരണം നമ്മൾ കാരണം ആ സഹോദരിയുടെ ജീവിതത്തിനകത്തൊരു വിഷയം വരാൻ പാടില്ല. പ്രിയ ദൈവമക്കളെ, താൻ വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല, എനിക്കെങ്കിൽ മെസ്സേജ് എങ്കിലും ഇടാമായിരുന്നു. ആമേൻ, പ്രാർത്ഥിക്കുന്നവരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് തൻ്റെ ജീവിതത്തിനകത്തൊരു പ്രശ്നം വരണ്ടല്ലോ. ഈ 3 മണി കഴിഞ്ഞപ്പോൾ വന്ന കോള് ഞാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ആമേൻ 3 വർഷമായി ഞങ്ങളെ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ പറ്റ 1 മാസം ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ അദ്ദേഹം വിദേശത്തായിരുന്നു, നാട്ടിൽ വന്നു. ഭാര്യയും ഭർത്താവും ഒത്ത് ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ല. തന്നോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഭർത്താവ് പാത്തും പതുങ്ങിയാ വരുന്നേ ഒന്ന് സംസാരിക്കുവാൻ. അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു വിഷയം ഷെയർ ചെയ്യണമെങ്കിൽ ഫോണിൽ കൂടെയാ അടുത്ത റൂമിൽ കിടന്ന് ഹസ്ബൻഡ് ആമേൻ ഹല്ലേലൂയ സംസാരിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി സംഭവിച്ചത് കേൾക്കണമോ? 3 വർഷമായി പിശാച് ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ വേണം ബന്ധനത്തിലായിരിക്കുന്ന ബന്ധനത്തിനെ പിശാച് അവൻ പദ്ധതി ഒരുക്കിയതിനെ ദൈവം അങ്ങ് പൊട്ടിക്കുവാൻ ഇടയായി. തന്റെ നാവിന്മേൽ അഭിഷേകം ഇറങ്ങി. ആമേൻ, തന്റെ നാവിന്മേൽ അഭിഷേകം ഇറങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു വെച്ചതും താൻ അവിടെ ഇരുന്ന് കേട്ട ആമേൻ തന്റെ ഉള്ളിൽ മന്ത്രിച്ച തന്റെ നാവ് കൊണ്ട് പറഞ്ഞ ചില അന്യഭാഷയുടെ സ്വരങ്ങൾ റൂമിനകത്തിരുന്ന് അങ്ങ് പറയുവാൻ തുടങ്ങി. ആമേൻ, അതിനകത്തിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒന്നുകിൽ എന്റെ മരണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഒരു റൂമിലായിരിക്കണം. അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അന്യഭാഷ പറഞ്ഞ് സ്തുതിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ. 1:30 മണി കഴിഞ്ഞപ്പോൾ ഭർത്താവ് വന്ന് ഓപ്പൺ ആയിട്ട് ആമേൻ ഉമ്മയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഡോർ അങ്ങ് ആഞ്ഞു തട്ടുവാൻ തുടങ്ങി. ആമേൻ, ഭയങ്കരമായ തട്ട്. പ്രിയ സഹോദരി ആദ്യം അങ്ങ് പേടിച്ചു. ആമേൻ, ഇനി അവരെന്നെ ആക്രമിക്കാനാണോ? ആമേൻ, ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ, ഇനി അതുകൊണ്ടാണോ എൻ്റെ റൂം അടിക്കുന്നത്? ഭയത്തോടെ തുറന്നപ്പോൾ ആമേ അവരുടെ സഹോദരങ്ങളും അമ്മയെല്ലാം നോക്കി നിൽക്കവേ, നിന്നെ ഞാൻ വിവാഹം കഴിച്ചവളാണ്, നിന്നോടൊപ്പം ജീവിക്കാനാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത്. ഇനി 2 ചേരിയല്ല, ഒരു റൂമിനകത്ത് ഒരുമിച്ച് നമ്മളായിരിക്കണം. അന്ന് വരെ കിട്ടാത്ത സന്തോഷം 3 വർഷം പിശാച് അവളുടെ കുടുംബജീവിതത്തെ തകർത്തു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിന് ആരൊക്കെയോ ലൈവിലൂടെ കേൾക്കുന്നവരുണ്ട്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയട്ടെ, നിന്നെ പിശാച് ഏതൊക്കെ രോഗത്തിന് അടിമപ്പെടുത്തുവാൻ, നിന്നെ ഭയപ്പെടുത്തുവാൻ പദ്ധതി ഒരുക്കിയാലും ചില അതിര് കടന്ന് ചില ശരീരത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അളവറ്റ രോഗശാന്തിയുടെ കരം ഇന്ന് പകൽ ഇറങ്ങുകയാ. ചില രോഗികളുടെ മേൽ ആമേൻ പിശാച് നിന്നെ രോഗിയാക്കുമെന്ന് പദ്ധതി ഒരുക്കി നിനക്ക് ചുറ്റും പദ്ധതി ഒരുക്കുമ്പോൾ ചിലതിനെ ആത്മാവിൽ നീ കുടഞ്ഞുകളാ, നിന്റെ മേൽ തന്ന അധികാരത്തെ ഉപയോഗിച്ചു ചിലതിനെ നീ കുടഞ്ഞുകളാ. ആമേൻ ഹല്ലേലൂയ. ചില രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വൈദ്യശാസ്ത്രം വിധി എഴുതി മാറ്റി നിർത്തിയ ചില രോഗങ്ങൾ ഇന്ന് പകൽ പരിധി വിട്ട ചില ശരീരങ്ങൾക്കകത്തേക്ക് കുത്തി തുളച്ചിറങ്ങുന്ന ആത്മാവിന്റെ സാന്നിധ്യം ചിലതിനെ വേരറ്റ് ചിലതിനെ പിടിതു മാറ്റി നഗരമാക്കാൻ പ്രിയ ദൈവമക്കളെ, ആ 3 മണിക്ക് വന്ന കോള് അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാ എന്നെ വിളിക്കുന്നേ. ഹല്ലേലൂയ. ആമേൻ. നടന്ന സംഭവങ്ങൾ മുഴുവനും ആ സഹോദരി തന്റെ ഭർത്താവിനോട് വിവരിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ സാക്ഷ്യമാ. പക്ഷേ അവരുടെ സമൂഹത്തിൽ അവർക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചു.
ആഗ്രഹമുണ്ട്, പക്ഷേ അവർ ചിലതിനെയൊക്കെ ഭയക്കുന്നു. അതുവരെയും ഭരിച്ചുകൊണ്ടിരുന്ന മണ്ഡലം ഇന്നവർ ആ വീട്ടിൽ നിന്ന് സ്പ്ലിറ്റായി 2 ദിവസത്തിനകം അവർ മറ്റൊരു ഭവനത്തിൽ അവർ താമസിക്കുന്നു. സന്തോഷത്തോടെ അവർ ആയിരിക്കുന്നുവെങ്കിലും ചില പരിമിതികൾ അവർക്കുണ്ട്. നമ്മൾക്കത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. കർത്താവ് ആ കുടുംബത്തെ വിടുവിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു, യോനയ്ക്ക് വിടുന്നത് പോലെ ചീട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവായി എനിക്ക് തന്നത് ചില രോഗികളുടെ രോഗങ്ങളെ ശാസിക്കുവാൻ, ചില രോഗബന്ധനങ്ങളുടെ കെട്ടുകളെ അഴിക്കുവാൻ, ചില പൈശാചിക രോഗബന്ധനങ്ങൾ നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട ചില രോഗത്തിന്റെ അനുഭവങ്ങൾ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞാൽ ചിന്തിക്കുവാൻ കഴിയത്തില്ല. നിന്റെ യൗവന പ്രായം മുതൽ നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രോഗാത്മാവിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ കർത്താവ് സൗഖ്യമാക്കുകയാണ്. കർത്താവിന് ഒരു നിമിഷം മതി. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടയുമ്പോൾ, എല്ലാ വഴികളും അടയുമ്പോഴാണ് രക്ഷപ്പെടാനായിട്ട് ഒരു നൂല് വീട്ടിനകത്ത് കെട്ടിയിറക്കുന്നത് പോലെ നമുക്ക് രക്ഷയുടെ കരം ഇറങ്ങി വരുന്നത്. അത് പല വഴികളിലൂടെ ആയിരിക്കാം, പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മരണം മതി എന്ന് പറഞ്ഞ് ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കുന്ന കരം ഇന്ന് പകൽ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം അപ്പൻ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് വന്ന് ചവിട്ടുമ്പോൾ തന്നെ വലിയൊരു ആത്മസാന്നിധ്യമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറുകളിലൊക്കെ അഭിഷക്തദാസന്മാർ ഇവിടെ വന്ന് നിന്നിട്ട് അവർ പറയുന്ന വാചകം ഇതാണ്: ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് നിൽക്കുവാൻ പറ്റത്തില്ല, അത്രത്തോളം വലിയ ആത്മസാന്നിധ്യമാണ് ഈ പ്ലാറ്റ്ഫോം. ഹല്ലേലൂയ. അനേക വർഷങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥന. ഇന്ന് പകലും ഞാൻ ആ രാജമാൻഡിയെ കണ്ടപ്പോ ഞാൻ ഇന്ന് പകലും ഷെയർ ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട വാഗ്ദത്തം. ഇതിനകത്ത് ഇങ്ങനെ ഒരു ആലയം ഉയരുന്നതിന് മുമ്പേ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കേട്ട ചില പ്രവചനത്തിന്റെ വിത്തുകൾ ഇന്നും ഇതിനകത്ത് മുളച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, വാഗ്ദത്തം കേട്ട നീ, പ്രവചന ശബ്ദം കേട്ട നീ നീ തളർന്നു പോകരുത്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഏറിയ നാൾ കഴിഞ്ഞാൽ എറിഞ്ഞതിന്റെ പ്രവൃത്തി കണ്ടിട്ട് അത് മടങ്ങി വരത്തുള്ളൂ. നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചാട്ടെ, നിന്റെ പ്രാർത്ഥനയൊന്ന് വർദ്ധിപ്പിച്ചാട്ടെ. ചൂടാമന ശംധനെ റീഖാലക ശംദരാദകൾ പ്രൗഢവന അധൂരബൽ ശംധാരകസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലും എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്? ഞാൻ അങ്ങനെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നൊരു വചനമാണ്. എല്ലാവരും കേട്ട് സുപരിചിതമായ വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഖവും ദരിദ്രന് അവന്റെ കഷ്ടത്തിലൊരു കോട്ടയം, കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:4. അവൻ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ, അവൻ ചെറിയൊരു കാറ്റല്ല, അവൻ വലിയൊരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഇന്നടിക്കുന്ന ആ ചെറിയ കാറ്റല്ല, കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ഇന്ന് പകലും ചിലർ ധൈര്യപ്പെട്ടാട്ടെ. കൊടുങ്കാറ്റ് പോലെ നിന്റെ ജീവിതത്തിന് നേരെ രോഗമായാലും കഷ്ടമായാലും ദാരിദ്ര്യമായാലും കടബാധ്യതയായാലും ഏത് പ്രശ്നം നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചാലും നീ എളിയവനൊരു ദുർഖമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ അവനൊരു ശരണമാണ്, അവനൊരു കോട്ടയാണ്. കൊടുങ്കാറ്റിലൊരു ശരണമാണ്, ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രശ്നം എത്ര വലുതായാലും നിന്റെ രോഗം എത്ര മൂർച്ഛിച്ചതായാലും, നിന്റെ രോഗം
എത്ര കടുത്തതായാലും നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ആമേൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. ആമേൻ ഹല്ലേലൂയ. അമ്മയ്ക്ക് ക്യാൻസർ ആണ്. ആമേൻ ഒരു 3-4 മാസമൊക്കെ അമ്മയോട് പറയാതെ ഞങ്ങൾ അതിനെ മൂടിപ്പൊത്തി വെച്ചു. എന്നാലും അമ്മയ്ക്ക് കുറച്ച് ലോകവിവരം ആമേൻ ഉള്ളത് കൊണ്ട് ആമേൻ എന്തായാലും അമ്മ ആ രോഗത്തെ അങ്ങ് തിരിച്ചറിഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ചിന്തിച്ചത് മാനുഷിക ബുദ്ധിയിൽ ആമേൻ അമ്മ ആ രോഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ ഈ ഹാർട്ട് അങ്ങ് ടപേന്ന് പറഞ്ഞ് പൊട്ടും. അമ്മ അപ്പൊ തന്നെ അങ്ങ് ആമേൻ ഹല്ലേലൂയ മരിച്ചു പോകും. ഞങ്ങൾ അങ്ങനെയൊക്കെ പേടിച്ച് ഞാനും എൻ്റെ ആങ്ങളെയും ആമേൻ പാസ്റ്ററും ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടുപോകും. RCC കൊണ്ടുപോയിട്ട് ആരുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അടുത്തിരിക്കുന്നവർ പറയും ആമേൻ എൻ്റെ ബ്രസ്റ്റിൽ മുഴയാണ്, അത് ക്യാൻസർ ആണ്, ഞാൻ കീമോ എടുക്കാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ റേഡിയേഷൻ വന്നിരിക്കുന്നു. അവരുടെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ ഇദ്ദേഹത്തിന് ആദ്യം അറിയത്തില്ല. ഇദ്ദേഹം പറയും എൻ്റെ ബ്രസ്റ്റിൽ മുഴയാ, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് മരുമോൻ ഇവിടെ, കാരണം എന്നെ പറയത്തില്ല, മരുമോൻ ഇവിടെ കൊണ്ടുവന്നതാ, ആമേൻ രതീഷ് മരുമോൻ ഇവിടെ കൊണ്ടുവന്നതാ, ഇങ്ങനെ പറയത്തുള്ളൂ. ആമേൻ. അപ്പൊ അടുത്തിരിക്കുന്നവർക്കറിയാം ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അവരും ഇത് കഴിഞ്ഞ് വന്നതാണല്ലോ. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ചിന്തിച്ചു അമ്മ ഇത് അറിയുന്ന സമയം ആമേൻ അമ്മ ആകപ്പാടെ അങ്ങ് തകർന്നു പോകും. ആമേൻ ഒരു സുപ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ ഇത് കണ്ടുപിടിച്ചു. 6 മാസം അടുപ്പിച്ചാകും. ഒരു ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു ആമേൻ ഹല്ലേലൂയ എനിക്ക് ക്യാൻസർ ആണല്ലേ. ഞാനപ്പോ ആമേൻ പല എക്സ്ക്യൂസുകൾ പറഞ്ഞു. ഇല്ല ആമേൻ അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ആമേൻ അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, അമ്മ ഇങ്ങോട്ട് പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ആമേൻ അമ്മയ്ക്ക് ഇത്രയും രോഗത്തെക്കുറിച്ചുള്ള ഭയം മാറി. ഒരു ചെറിയ മുറിവ് ഞങ്ങൾ നഖം വെട്ടി കൊടുക്കുമ്പോൾ ആമേൻ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ കലശലായ ബഹളം ഉണ്ടാക്കും. ആമേൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പറയുന്ന അമ്മ ഈ ഒരു വലിയ രോഗം കാർന്നു തിന്നിട്ട് ആമേൻ അമ്മയ്ക്കൊരു ഭയം തോന്നിയില്ലേ? അമ്മ പറഞ്ഞത് ഞാൻ ഇപ്പൊ പോയാലും ഞാൻ പ്രത്യാശയോടെ ആയിരിക്കുന്നേ. ആമേൻ അല്പനിമിഷത്തേക്കുള്ള ലഘുവായ കഷ്ടം സാരമില്ല. അപ്പന്റെ അടുക്കൽ ചെന്ന് എനിക്കുള്ള വാടാത്ത കിരീടവുമായി എനിക്ക് രാവും പകലും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞതിന്റെ സാരം പ്രിയ ദൈവമക്കളെ, ഡോക്ടർ പറഞ്ഞതിതാ. എൻ്റെ ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറിനോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. കീമോ ചെയ്തു കഴിഞ്ഞാൽ അമ്മ ജീവിക്കുമോ? ഏതൊരു മനുഷ്യൻ്റെയും ആമേൻ ചോദ്യം ഇതാണ്, അമ്മയ്ക്ക് എത്രാമത്തെ സ്റ്റേജാണ്? ആമേൻ ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു 4th സ്റ്റേജാ. എല്ലാവർക്കും അറിയാം ഫൈനൽ സ്റ്റേജാണ്. അത് പിന്നെ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും മാറത്തില്ല. എന്നിട്ടും ഞാൻ ചോദിച്ചു, ഡോക്ടറെ കീമോ എടുത്ത അമ്മ ജീവിക്കുമോ? അമ്മയ്ക്ക് വേദനയില്ലാതെ സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയുമോ? ഡോക്ടർ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ. ആമേൻ ഞങ്ങൾക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഏറിപ്പോയാൽ ഒരു 3 കീമോ. എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷൻ തുടങ്ങി. അയ്യോ 3 കീമോ എടുക്കുമ്പോൾ അമ്മ അങ്ങ് നഷ്ടമായി പോയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? കാരണം ആരൊക്കെ പ്രാർത്ഥിച്ചാലും അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് അതൊരു വലിയ വില തന്നെയാ. അവരുടെയൊക്കെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഞങ്ങൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ 1000 നാവ് പോലെ കർത്താവിനെ സ്തുതിക്കുന്നത്. അത് ഞങ്ങൾക്ക് അറിയാം. പ്രിയ ദൈവമക്കളെ, വല്ലാത്ത ടെൻഷൻ അന്ന് മുതൽ ഇല്ലാത്തൊരു ഭാരം അങ്ങ് വരുവാനിടയാ. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസവത്തിന് പോകാനുള്ള ഭാരവും ഉണ്ട്. ഈ ഒരു ഭാരവും വലിയ ഭാരച്ചുമട് വെച്ചുകൊണ്ട് ആമേൻ ആരും കാണാതെ ചെന്നിരുന്ന് കരയും. ആമേൻ ഹല്ലേലൂയ. എന്തിനാ? അമ്മയുടെ ആയുസ്സിനെ നീട്ടണമേ. ആമേൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാനൊരു ഭാഗ്യം കൊടുക്കണമേ. അമ്മ വേദനയില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടതാ. ഈ ദേശത്തും ആമേൻ അനേക സ്ഥലങ്ങളിലും വാഹനമേറി കാലിൽ രക്തഓട്ടം ഇല്ലെങ്കിലും ഒത്തിരി പേർക്ക് വേണ്ടി ഓടി പ്രാർത്ഥിച്ചതാ. ഒത്തിരി തകർന്നിരുന്നവരെ ആമേൻ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തതാ. ആമേൻ നീ ഓർക്കണമേ. ആമേൻ വേദനയില്ലാത്തൊരു മരണം. ആമേൻ ഹല്ലേലൂയ. അമ്മ എപ്പോൾ മരിച്ചാലും സന്തോഷമാ. പക്ഷേ അമ്മയുടെ കണ്ണിൽ നിന്ന് വേദന എടുത്തൊരു നിലവിളി കേൾക്കരുത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഓരോ കീമോ കഴിയുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആമേൻ അമ്മയുടെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും ഞങ്ങൾ ഇങ്ങനെ ആമേൻ ശ്രദ്ധിച്ചായിരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ പറയട്ടെ, 2 കീമോ ആയപ്പോൾ തന്നെ ആളങ്ങ് തീരെ വീക്കായി പോയി. ആമേൻ ഹല്ലേലൂയ. ഒരു ഡോസിന്റെ 4-1 ഭാഗമായി എടുത്തിട്ടുള്ളൂ. എങ്കിലും ആമേൻ പ്രിയ ദൈവമക്കളെ, ആമേൻ പിശാച് പലപ്പോഴും വാതുവെച്ചു. ആമേൻ ഈ രോഗത്തോടെ ആമേൻ ഇവളെ അങ്ങ് തകർത്തു കളയാം, ഇനി തലമുറയുടെ വാഗ്ദത്തം കാണിക്കത്തില്ല എന്ന് പറഞ്ഞ്
പിശാച് വാദിച്ചപ്പോൾ അഭിഷേകം പ്രാപിച്ചൊരു ദൈവ പൈതൽ ക്യാൻസർ എന്ന രോഗം ഇന്നും ശരീരത്തിനകത്തിരുന്ന ബ്രസ്റ്റിനകത്തിരുന്ന് കാർന്ന് തിന്നുമ്പോഴും ഇപ്പോഴൊരു ട്രീറ്റ്മെന്റിനും ആമേൻ 4 മാസം കൊണ്ട് പോകുന്നില്ല. 2 കീമോയിൽ സ്റ്റോപ്പ് ചെയ്തു. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ വിചാരിച്ചു വീണ്ടും ആമേൻ അവശത നിലയിലാവുമെന്ന്. ഇല്ല, കഴിഞ്ഞ ഞായറാഴ്ച ഇതിനകത്ത് ആരോഗ്യത്തോടെ വന്നിരുന്ന് കൈയടിച്ച് പാടി ആമേൻ വീട്ടിൽ കടന്നുപോയി. ചെറിയൊരു ക്ഷീണം ഉണ്ടായി എങ്കിലും ഇന്നലെയും ഞാൻ കണ്ടപ്പോൾ വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അന്യഭാഷയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ, സ്തുതിക്കുന്നത് കാണുവാൻ ആമേൻ ഹല്ലേലൂയ കർത്താവ് അവസരമൊരുക്കി. ഭയങ്കരന്മാരുടെ ചീറ്റ് വിശ്വാസ ജീവിതത്തിന് നേരെ, നിന്റെ ശരീരത്തിന് നേരെ രോഗത്തിന്റെ പദ്ധതിയുമായി വരുമ്പോൾ ഇന്ന് പകലും ക്യാൻസറിനെ ഓർത്ത് ഭയപ്പെടുന്നവർ, ട്യൂമറുകളെ ഓർത്ത് ഭയപ്പെടുന്നവർ, മുഴകളെ ഓർത്ത് ഭയപ്പെടുന്നവർ ആമേൻ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചിലത് കർത്താവ് എടുത്തു മാറ്റും. ചില രോഗത്തിന്റെ കിടക്കകളെ കർത്താവ് എടുത്തു മാറ്റും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വളരെ ആരോഗ്യവതിയായി വളരെ സന്തോഷത്തോടെ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ കുഞ്ഞിനെ പോലും, ഞങ്ങളുടെ ഈ കുഞ്ഞിനെ പോലും അമ്മ സ്വന്തമായിട്ട് എടുക്കും. ഇതൊക്കെ ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. കാരണം ആമേൻ ബോൺസിൽ വ്യാപിച്ചു. ആമേൻ ഹല്ലേലൂയ. ബോൺസിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഷോൾഡറുകളുടെ ജോയിന്റുകളൊന്നും അനക്കാൻ പറ്റത്തില്ല. വെയിറ്റ് എടുത്താൽ വിട്ടുപോകും. ഞങ്ങൾ ആർസിസിൽ പോയി കാണുന്നത് ആമേൻ ഹല്ലേലൂയ കർത്താവ് ചെയ്ത അത്ഭുതം. ആമേൻ പിശാച് തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയാലും, പിശാച് നിന്നെ ഉന്മൂലം നാശം ചെയ്യുവാൻ പദ്ധതി ഒരുക്കിയാലും, നീ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കയറിയവളാണോ? നീ ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവളാണോ? നിന്നെ തകർക്കുവാൻ, നിന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകുവാൻ, നിന്റെ തലയിലെ ഒരു ലോമം നിലത്ത് വീഴണമെങ്കിൽ അത് അപ്പൻ അറിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ രോഗികളായിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഒരു വിടുതലായി ചലിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരയുന്ന ആരൊക്കെയോ എങ്ങനെ ഇനി നാളെ മുൻപോട്ട് കടന്നു പോകും? ഞാൻ അത്രയ്ക്ക് ശരീരം ബലഹീനപ്പെട്ടല്ലോ, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തും? അങ്ങനെ കരയുന്നവരുണ്ട്. നീറി ഓരോ ദിവസവും ആമേൻ കരഞ്ഞ് ആമേൻ കാല് മുൻപോട്ട് വെച്ച് നടക്കുന്ന അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വീഴാതെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ വീണിട്ടുള്ള ഓരോ കണ്ണുനീർ തുള്ളികൾക്കും ആമേൻ അപ്പൻ പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നീ കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ വിഷയത്തിന് കണ്ണുനീരൊഴിച്ചിട്ടുണ്ടോ, നിശ്ചയമായി ആ കരഞ്ഞ കണ്ണുനീർ തുള്ളികൾക്ക് മറുപടി അപ്പൻ തരും. ഗതശമനയിൽ ആമേൻ യേശു കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് വീണ വിയർപ്പ് തുള്ളികൾ രക്തക്കണമായി നിലവിളിച്ചതുപോലെ ആമേൻ അങ്ങനെ ഒരു അനുഭവം, ചില ഗതശമനയുടെ അനുഭവം നിന്റെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ എഴുതി തള്ളിയ ചിലതിനെ ശംഭന ഇങ്ങനെ ഒരു മകനില്ലെന്ന് എഴുതി തള്ളിയ ചില മാതാപിതാക്കൾക്ക് മുമ്പ്, ഇങ്ങനെ ഒരു മകളില്ലെന്ന് എഴുതി തള്ളിയ ചില മാതാപിതാക്കൾക്ക് മുമ്പ്, ഇങ്ങനെ ഒരു ഭാര്യ ഇല്ല എന്ന് വീതിൽ എഴുതിയ ഭർത്താവിന്റെ മുൻപ് നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ ആമേൻ പറ. ആമേൻ. ഞാൻ ചിലതിനെ വിശ്വാസത്താൽ കാണുവാൻ പോകുന്നു. നീ വിശ്വാസത്തോടെ ആമേൻ പറ. ഞാൻ ചിലതിനെ വിശ്വാസത്തോടെ കാണുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ മൂടിക്കെട്ടുവാൻ, പൂട്ടിക്കെട്ടുവാൻ പദ്ധതി ഒരുക്കി പ്ലാനുകൾ ഒരുക്കുമ്പോൾ നീ എളിയവന് കഷ്ടത്തിലൊരു കോട്ടയാ, ഉഷ്ണത്തിലൊരു തണല. ശഖനെ റീഖാലകസി പലരോടും ആമേൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് തരുന്നൊരു ദൂത. ആമേൻ ഈ ഉഷ്ണത്തിൽ നീ വാടിപ്പോകുവാൻ അനുവദിക്കാതെ വേണം. ഒരു തണലായി അപ്പൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് ഏതൊക്കെ ചീറ്റൽ നിന്റെ വിശ്വാസ ജീവിതത്തിന് നേരെ വന്നാലും, നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ വന്നാലും, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുവാൻ പിശാച് പദ്ധതി ഒരുക്കിയാലും നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ.
നിന്നെ ഒന്നിനും താഴെയടിയാക്കുവാൻ അപ്പൻ വിട്ടുകൊടുക്കത്തില്ല. നിൽക്കുന്നത് അപ്പന് വേണ്ടിയാണെങ്കിൽ, ഓടുന്ന ഓട്ടം അപ്പന് വേണ്ടിയാണെങ്കിൽ, ചിലതിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റിയിരിക്കുക. വിശ്വാസത്തോടെ ആമേൻ പറ. ചിലതിനെ കർത്താവ് എടുത്തു മാറ്റിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ചിലർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ചിലരുടെ ശരീരത്തിൽ നിന്ന് ചിലതിനെ അപ്പൻ ഇന്ന് പകലിൽ സർജറി ചെയ്തെടുത്തു മാറ്റിയിരിക്കുക. ശംധാന റീഖലക ശംദരാരകൾ കടകസി റീമാനക ശംദരാരകൾ പ്രൗഢവന. ചില റിസൾട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില റിസൾട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ, ആമേൻ, നിനക്ക് നെഗറ്റീവായിട്ട് വരുമെന്ന് ചിന്തിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ചിലതിനെ ദൈവം നിനക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലതിനെ നിനക്ക് അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹൃദയ ഭാരപ്പെട്ട് ഞാൻ എഴുതണമോ വേണ്ടയോ, ഈ എക്സാം ഞാൻ പാസ്സാകുമോ ഇല്ലയോ, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ചിലതിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി ആമേൻ ചില പോസിറ്റീവായുള്ള റിസൾട്ടുകളെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പോവുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ അങ്ങ് ആഞ്ഞടിക്കട്ടെ. ചെറിയൊരു കാറ്റല്ല, ചുഴലിൽ കാറ്റായോ കൊടുങ്കാറ്റായോ പെരുങ്കാറ്റായോ അത് ഏത് പേരിലും അറിയപ്പെടട്ടെ. ആമേൻ. ശിഷ്യന്മാർ, ആമേൻ, യേശുവും ശിഷ്യന്മാരും കടന്നുപോയ പടകിലും ഒരു കാറ്റടിച്ചു. ആമേൻ. ആ പടകിനെയും തകർക്കുവാൻ ഒരു ലോകത്തിനും കഴിഞ്ഞില്ല. ആമേൻ. പൗലോസും കൂട്ടരും യാത്ര ചെയ്ത പടകിന് നേരെയും ഈശാനമൂലൻ അടിച്ചു. ആമേൻ, ഹല്ലേലൂയ. എല്ലാം കപ്പൽ നശിച്ച് ജീവൻ പോകുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ടായിരുന്നപ്പോഴും കപ്പലിലുള്ളവരെ ദൈവം പൗലോസിനെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഇന്നുണ്ടായ ചില ഈശാനമൂലനുകൾ, ഇന്നുണ്ടായ നിന്റെ കപ്പലിന് നേരെയുള്ള ചില ഈശാനമൂലനുകൾ ചിലതിനെ നിനക്ക് കൈവശം തരുവാൻ വേണ്ടിയാ, ചിലത് നീ കൈയടക്കുവാൻ വേണ്ടിയാ, ചിലത് നീ കൈയടക്കുവാൻ വേണ്ടിയാ. ആമേൻ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ആമേൻ. അങ്ങനെ ഒരു ഓഫറാ നിന്റെ മുമ്പിൽ. നീ ഒന്നിനു വേണ്ടി പ്രതീക്ഷിച്ചപ്പോൾ നിനക്കൊരു ഓഫറോട് കൂടെ തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയാനാ പറഞ്ഞേ, നീ ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ആമേൻ, ഇതൊരു ഓഫർ സ്കീമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ മാതാവേ, ഇതൊരു ഓഫർ സ്കീമാ. നീ ഒന്നിനു വേണ്ടി കരയുമ്പോൾ നിനക്ക് ഡബിളായി മറുപടി നൽകുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരട്ടി സന്തോഷം, ഇരട്ടി സന്തോഷം, ഇരട്ടി സന്തോഷം ആമേൻ നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ പ്രവൃത്തി എത്രയോ ഭയങ്കരം. ആമേൻ. കഴിഞ്ഞ ദിവസത്തിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ മെസ്സേജിനകത്ത് ആമേൻ ദൈവാത്മാവ് തന്ന വചനത്തിൽ ആമേൻ ഹന്ന എന്ന ശുശ്രൂഷക്കാരി ആലയത്തോട് പറ്റിച്ചേർന്നിരുന്ന് രാവും പകലും ഉപവസിച്ച് ആമേൻ ആരാധന ചെയ്തു പോന്നു എന്നൊരു ഭാഗമുണ്ടായിരുന്നു. അത് ആരോടാ ഞാൻ ദൂതായി വിളിച്ചു പറഞ്ഞു. ആമേൻ. ഇന്ന് പകല് രാവിലെ ആ മാതാവിന്റെ കോള് വന്നാൽ ഞാൻ എഴുന്നേറ്റ് ആ മാതാവ് പറഞ്ഞത് ഇതാ, ആമേൻ, ആലയത്തിനകത്ത് നിന്ന് പോകാതെ ആമേൻ ചർച്ചിന്റെ കീ വാങ്ങിച്ച് ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥനയാ. തലമുറയുടെ വിടുതലിന് വേണ്ടി, തലമുറയുടെ വിടുതലിന് വേണ്ടി. ആമേൻ. ഒരു മകൻ കാണാതെ പോയി, ആ മകനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ആമേൻ കരയുന്ന മാതാവ്. പ്രിയ ദൈവമക്കളെ, ആലോചന പറയുന്നത് ചുമ്മയല്ല. അപ്പൻ തൊട്ടിട്ടുണ്ടെങ്കിൽ, അപ്പന്റെ സന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പന്റെ സന്നിധിയിൽ രാവും പകലും കരയുന്ന നിന്നെ അപ്പൻ മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ആമേൻ ഇട്ടേച്ചിട്ട് ഓടരുതേ. ആമേൻ. വചനത്തിലൂടെ നമ്മളെ ഉറപ്പിച്ചു. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ എളിയവനൊരു ദുർഖമാണ്, ദരിദ്രന് കഷ്ടത്തിൽ അവനൊരു കോട്ടയാണ്, കൊടുങ്കാറ്റിൽ ഒരു ശരണമാണ്, ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്ന ദൈവം ഇന്ന് പകലും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും കോട്ടയായി, കാവലായി, തണലായി
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇരിക്കട്ടെ. എന്നെയും ഓർത്ത് പ്രത്യേകാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി തിരക്കുകളുടെ നടുവിലും തത്രപ്പാട് പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും അപ്പൻ ഏൽപ്പിച്ച ആമേൻ ആമേൻ വേല നോ നോ പറയാതെ, ബൈ ബൈ പറയാതെ വിശ്വസ്തയോടെ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ അധികമായി കർത്താവ് ശക്തീകരിപ്പാൻ ഈ ദിവസങ്ങൾ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.